നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ഓയിലെസ് കാർസ് ആണ്. നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല വണ്ടികൾ കളക്ഷൻ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകൾ, മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികൾ, SUV എല്ലാത്തിനും നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യേണ്ട ഒരു മാസത്തോളമായ വീഡിയോ ചെയ്തിട്ട് റോജൻ ബ്രോ സ്ഥലത്തില്ലാത്ത പറഞ്ഞ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? പുള്ളിയുടെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു, പുള്ളി ഇപ്പോൾ അല്പം ബിസി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യം നല്ല ലോ ബഡ്ജറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല സെഗ്മെന്റ് വണ്ടികളുണ്ട്. മിഡിൽ സെഗ്മെന്റ്, ഹൈ സെഗ്മെന്റ് ഉണ്ട്, എല്ലാ സെഗ്മെന്റ് ലോ ബഡ്ജറ്റും ഉണ്ട്. അതെ, ഓക്കെ. ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ വർഷം തീരാറായില്ല, എങ്ങനെയാണ്? ഈ 11 ലാസ്റ്റും ആണെങ്കിൽ 12 ലാസ്റ്റ്, അല്ലെങ്കിൽ 12 മുതൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അമരവിള താന്നിമൂടാണ്. ഒരുപാട് നമ്മൾ പാലശാല പോകുന്ന വഴിക്ക് അമരവിള താന്നിമൂട്. അപ്പം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വിളിക്കും. അപ്പോൾ റോജൻ ബ്രോ, നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒരു വെർണ സ്റ്റാർട്ട് ചെയ്യല്ലേ? വെർണ സ്റ്റാർട്ട് ചെയ്യാം. ബഡ്ജറ്റ് വെർണ. ഈ വാഹനം 2010 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 1,30,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നല്ല ക്വാളിറ്റി, അതായത് നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളും വരുന്നത്. ഏറ്റവും ടോപ്പിൻ്റെ വെഹിക്കിളാണ്. ഡീസലാണ്. 20 മേലെ മൈലേജ് കിട്ടും. വണ്ടി നീറ്റാണല്ലേ? നീറ്റ്, നല്ല പക്ക. 5 പേപ്പറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. AC പവർ, ഫോർവേഡ് പവറിൻ്റെ, കമ്പനി സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. സീറ്റ് വർക്ക് ഉണ്ട്. അതെ. ഓക്കെ. അന്നത്തെ ടോപ്പിൻ്റെ വണ്ടി, ഓട്ടോമാറ്റിക് AC ആണ്. ഓട്ടോമാറ്റിക് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, അലോയ് വീൽ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. നല്ല വൃത്തി, ട്രിവാൻഡ്രം വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പക്ക, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് പുറത്താണോ കമ്പനി സർവീസ് ആണോ? ഓൾമോസ്റ്റ് കമ്പനി തന്നെയാണ്. അതല്ലേ? നല്ലൊരു കണ്ടീഷൻ ആണല്ലോ വണ്ടി. നല്ല കണ്ടീഷൻ വണ്ടി. സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും നല്ല വൃത്തി, നല്ല ഒരു വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഇതുമായിട്ട് അത്യാവശ്യം നമ്മൾ ക്വാളിറ്റി വരുന്ന ഒരു വാഹനമാണ്. ടയർ കണ്ടീഷൻ ഒരു 70% ടയറും ഉണ്ട്. വേറെ ഒക്കെ ചെയ്യാൻ നല്ല വൃത്തി, ക്വാളിറ്റി ഉണ്ട്. പക്ക വണ്ടി. പഴയ വെർണയിൽ ആവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പഴയ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പോൾ എവിടെ നിന്നോ നേരത്തോണ്ട് കൊണ്ടോ? ഓക്കെ. അപ്പോൾ എങ്ങനെ എത്ര കൊടുക്കാം നമുക്ക് ഫാനിൽ 1.45 ലാസ്റ്റ് കൊടുക്കാം. 1.45 ഡീസൽ വണ്ടി. മൈലേജ് ഒരു 18 മേലെ കിട്ടൂലേ? 20 മേലെ കിട്ടുമല്ലോ. 2017 മോഡല് റെനോൾട്ട് ക്വിഡ്, 1 ലിറ്റർ RXT ആണ്. മാനുവല് 71,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണല്ലോ. കമ്പനി സർവീസ് കാര്യങ്ങൾ വരുന്ന വെക്കില്ല. സ്ക്രാച്ചസ് ഒന്നുമില്ല, ഡെന്റ് ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. RXT വേരിയന്റ് അല്ലേ ബ്രോ? RXT വേരിയന്റ്. ഓക്കെ. വണ്ടിയുടെ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നീറ്റാണ്. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 2 ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്. ടയർ കണ്ടീഷൻ വന്നിട്ട് ഏതാണ്ട് ഒരു 70-80% ഉണ്ട്. അതെ. ഓക്കെ. സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇത് 1 ലിറ്റർ ആണ്. 1000 cc. 1 ലിറ്റർ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 2,49,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ കൊടുക്കാം. അപ്പോൾ അടുത്തത് ടാറ്റ ടിയാഗോ. ഈ വാഹനം 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, വേറെ 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡൻറ്റ് വേറെ ഒന്നും വരുന്നില്ല. XM എന്ന പറഞ്ഞ വേരിയൻ്റ് ആണ്. AC പവറിനും ഫോർവേഡ് പവറിൻ്റോ കാര്യങ്ങളെല്ലാം വരുന്നത്. ഡ്യുവൽ എയർ ബാഗ്, പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എക്സൈഡ് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർസ് ആണ് വരുന്നത്. സീറ്റ് ഫാബ്രിക് ആണല്ലേ? സീറ്റ് ഫാബ്രിക് ആണ്. ഫോർവേഡ് പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് അല്ലേ? ഡ്യുവൽ എയർ ബാഗ്. അതെ. ഓക്കെ. വേരിയന്റ് XM എന്ന വേരിയൻ്റ്. ഓക്കെ. ടയർ കണ്ടീഷൻ 4 പുതിയ ടയറുണ്ട്. 4 പുത്തൻ ടയർ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക സർവീസ്, വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി. പെട്രോൾ മാനുവൽ. മൈലേജ് ഒരു 15 റേഞ്ച് പ്രതീക്ഷിക്കാം അല്ലേ? 15-18 റേഞ്ച് പ്രതീക്ഷിക്കാം. ടാറ്റ ടിയാഗോ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഫൈനൽ 3,49,000 കൊടുക്കാം വിത്ത് ഫുൾ ലോൺ. ഓക്കെ. 2019 മോഡൽ. വേറെ 32,000 കിലോമീറ്റർ. ഫുൾ ലോൺ കിട്ടും. അപ്പോൾ അടുത്തത് റെനോൾട്ട് ക്വിഡ്. ഈ വാഹനം 2021 മോഡൽ, 11-ാം മാസം വരുന്ന റെനോൾട്ട് ക്വിഡ് ഓട്ടോമാറ്റിക് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റി വെക്കണം. വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? സ്ക്രാച്ചസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ടയർ കണ്ടീഷൻ 19% മാത്രമേ ഉള്ളൂ. അത്രേ. 19-15 ആണോ? 15 ഓടിയിട്ടുള്ളൂ. RXL. അതുപോലെ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം, നല്ലൊരു സിസ്റ്റം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. AC പവർ, ഫ്രണ്ട് പവറിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, 2 ഡ്യുവൽ എയർ ബാഗ്. സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട്, സിംഗിൾ ഡ്യുവൽ എയർ ബാഗ്. ഓക്കെ. കസ്റ്റമറിന് പെട്രോൾ ഓടുക, അത് മാത്രമല്ല വേറെ ഒന്നും ചെയ്യില്ല. പുത്തൻ ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ. വെറും 15,000 കിലോമീറ്റർ നമുക്ക് വിത്ത് റെനോൾട്ടിന്റെ 1 ഇയർ വാറന്റിയുടെ ചേർത്ത് കൊടുക്കാം. 1 ഇയർ വാറന്റി വരുന്നുണ്ട്. 1 ഇയർ വാറന്റി നമ്മൾ ചെയ്യുന്നതാണ്, അല്ല വരുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പം കിട്ടാകുമ്പോഴത്തേക്കും മൈലേജ് ഒരു 18 മൈലേജ് കിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സ്ക്രാച്ചസ് ഇല്ല, ഡെന്റ് ഇല്ല, എല്ലാം ക്വാളിറ്റി ഉണ്ട്. കിലോമീറ്റർ അല്ലേ? വളരെ ലോ കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് 3,99,990 രൂപ കൊടുക്കാം. അപ്പം 399 കൊടുക്കാം. അല്ല, 99,999 വിത്ത് ഫുൾ ലോൺ കിട്ടും. ഓക്കെ. Volkswagen Amio. ഇതൊരു ഓഫർ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും.
2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോള്, കംഫർട്ട് ലൈനാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങള പക്ക കമ്പനി ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം വരുന്ന വെഹിക്കിളാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 141. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. മൈനൂർ സ്ക്രാച്ചസ് ഉണ്ട്, അല്ല മേജർ ആയിട്ടൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. 70% ചെറിയൊരു 95% പറയാം. ടയർ ഉണ്ട് കേട്ടോ, തോന്നിയതാണ്. വേണ്ട, അത്യാവശ്യം ഒരു 90% ഉണ്ടല്ലേ? ഓക്കെ. ഇന്ത്യയിൽ നോക്കുമ്പോൾ നീറ്റാണ് കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, AC, ഫോർഡർ പോറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്, ഓട്ടിക്കാൻ നല്ല പക്കയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. 15 പിടിച്ച് മൈലേജും ഉണ്ട്. നല്ല മൈലേജ് ഉണ്ട് അല്ലേ? ഈ പെട്രോൾ മാനുവൽ. ഓക്കെ. അപ്പോൾ എത്ര പൈസ എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് 2,99,999 രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് കുറച്ച് വളരെ കുറവ്. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് മാക്സ് ഉള്ളത്, സിവിൽ സ്കോറൊക്കെ ഉള്ള മാക്സ് ഉള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നമുക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ട്, വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ക സർവീസ് ഹിസ്റ്ററി ആണ്, പക്ക. വേറെ അവർക്ക് എടുത്താലും വേറെ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡോക്ടർ യൂസ് ആണ്, ആരും തെറി വിളിക്കണ്ടല്ലേ? ഡോക്ടർ യൂസ് ആണ്. പറഞ്ഞത് അതിപ്പോ ഒരു ക്ലീശ പോലെ എല്ലാവരും അതോട് പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ യൂസിന് വലിയ മാർക്കറ്റ് ഒന്നും അതില് വലിയ കാര്യമൊന്നുമില്ല. പണ്ടായിരുന്നു അതൊക്കെ പണ്ട്. ഇപ്പം ഒന്നുമില്ല. ഇപ്പൊ അവർ ഏറ്റവും കൂടുതൽ അവരാണ് പക്ഷെ മോശം ഓടിക്കുന്നതാണ് അറിവ്. ശരി, അടുത്തോണ്ട് നോക്കാം. സ്കാല. ഇത് വണ്ടി 2014 മോഡല്, തേർഡ് ഓണർഷിപ്പാണ്. തേർഡ് ഓണർഷിപ്പ് അതായത് രണ്ടാമത് മാറിയത് ഒരു വീട്ടിൽ തന്നെ 2 പ്രാവശ്യം മാറിയിട്ട്, അങ്ങനെയാണ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളത്. ആക്ച്വലി സെക്കൻഡ് ഓണറാണ്, പക്ഷേ ഈ പേര് ഒരു വീട്ടിൽ മാറിയില്ലാണ് അങ്ങനെ ഇതായിട്ടുള്ളത്. നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആയി. ഓക്കെ. ഡീസൽ അല്ലേ? പെട്രോൾ വെഹിക്കിൾ RX ആണ്. AC 2014. 4 ടയറും പുത്തൻ ടയർ. 47,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഓട്ടിക്കാൻ സൂപ്പർ ഡ്രീപ്പ് ഉണ്ട്. സ്ക്രാച്ചസ് ഒന്നുമില്ല, മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ടയർ 4 പുത്തൻ ടയറുണ്ട്. AC ബോക്സിന് ഫോർഡർ കാറിന്റെ കമ്പനി സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. മിറർ LT അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്. സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റ് ആയിരിപ്പുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരും, സിംഗിൾ എയർ ബാഗ് അല്ലേ? ഡ്യുവൽ എയർ ബാഗ്, ഫോർഡർ പോറിന്റെ AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ. കമ്പനി അലുവില് ബാക്ക് സ്പേസ് ഉണ്ട്, നല്ല സ്പേസാണ്, വിശാലായിട്ടിരിക്കും. അതായത് നമ്മുടെ നിസാൻ സണ്ണി. സെയിം അതിന്റെ ഇത് തന്നെയാണ്. സണ്ണിയുടെ ആണ് സ്കാല ഓട്ടിക്കാൻ നല്ല സൂപ്പറാണ്. ആൻഡ്രോയിഡ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നത്. ഓട്ടി നല്ല രസമാണ്. നമ്മൾ ഓടിച്ച് നോക്കിയതാണ്, സൂപ്പർ ഓടിക്കാനായിട്ട്. ഓക്കെ. നല്ല ക്വാളിറ്റി. ലോങ് ഡ്രൈവിനൊക്കെ അത്യാവശ്യം ഈ മൈലേജ് വലിയ പ്രിഫർ എന്ന് വെച്ചാൽ മൈലേജ് 15-17 ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ ആ റേഞ്ച് പ്രിഫർ ചെയ്യുന്ന വലിയ ഓട്ടോ ഇല്ല, പെട്രോൾ വാഹനം മതി എന്നുള്ളവർക്ക്, ഇപ്പം ഈ പുറത്തിരിക്കുന്നവർക്ക്, ഗൾഫിലുള്ളവരിക്കുന്നവർക്കൊക്കെ പറ്റിയ വെഹിക്കിളാണ്. എന്നുവെച്ചാൽ ഒരു ഫാമിലിക്ക് സൂപ്പർ പോയി ബാക്ക് നല്ല സ്പേസ് ഉണ്ട്, ഡിക്കി നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം സാധനം. കാരണം ഇതിൻ്റെ നിസാൻ്റെ വണ്ടിയാണ്, സണ്ണിയാണ് എൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലോങ് യൂസിനൊക്കെ സെറ്റാണ് വണ്ടി. രജിസ്ട്രേഷൻ വണ്ടിയാണ്. കൊടുക്കാം നമുക്ക് ഫൈനൽ 2,35 കൊടുക്കാം. 2,35. ഓക്കെ. ഫിനാൻസ് കയറില്ല? ഫിനാൻസ് 2.5-3 വർഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. എർട്ടിഗ. ഈ വാഹനം 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന VD വാഹനമാണ്. ഡീസലാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. AC പോസിറ്റീവ്. ഏതാ ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ് 1,99,000 കിലോമീറ്റർ. കമ്പനി സർവീസ് പക്ക ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം വരുന്ന വെഹിക്കിളാണ്. ടയർ കണ്ടീഷൻ ഒരു 70-80% ടയർ ഉണ്ട്. അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. അത് മറ്റേ മാരിയുടെ തന്നെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സുസുക്കിയുടെ തന്നെ. പക്ഷേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക സർവീസ്, ഓടിക്കാനൊക്കെ സൂപ്പറാണ്. സീറ്റ് ചെയ്തിട്ടുണ്ട്, ലെതർ സീറ്റ് നല്ല ക്വാളിറ്റി, എല്ലാം ക്വാളിറ്റിയുടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വന്ന് ഓടിച്ച് നോക്കുമ്പോൾ മനസ്സിലായി ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്, ഫോർഡർ പോറിന്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വീഡിയോയിലുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പ്രോപ്പർ കമ്പനി സർവീസ് ആണെങ്കിൽ അത്യാവശ്യം എത്ര കിലോമീറ്റർ വണ്ടി പക്കയായിരിക്കും, കമ്പനി സർവീസ് ആയിരിക്കണം എങ്കിൽ പക്കയായിരിക്കും. പക്ഷെ ഔട്ട് സൈഡ് ആണത് അപ്പം അതിന് മൈലേജ് ഒരു 18 അടുപ്പിച്ച് കിട്ടില്ലേ? 18 മേലെ കിട്ടും. 18 ആള് നല്ല ഫുൾ ഓടാണെങ്കിൽ അറൗണ്ട് 17-18. അല്ല സിംഗിൾ യൂസ് അല്ലെങ്കിൽ 2 യൂസ് ആണെങ്കിൽ അറൗണ്ട് 20-21 റേഞ്ച് വരെ കിട്ടും. ലോങ് പോയി കഴിഞ്ഞാൽ 20 കിട്ടുമായിരിക്കും. നല്ല മലയുണ്ട്. ഓക്കെ. അപ്പം എർട്ടിഗ ഡീസൽ എത്ര കൊടുക്കാം നമുക്ക്? 3,65,000 രൂപ കൊടുക്കാം. 365. നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ. 2 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 2.5 മുതൽ 3 ആ റേഞ്ച് വരെ നോക്കാം ലോൺ. റോജൻ ബ്രോ, ഇപ്പം ഏറ്റവും കൂടുതൽ എൻക്വയറി അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ് ഒമിനി. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2018 മോഡല്, തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. പിന്നെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വെഹിക്കിളാണ്. വേറെ 60,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി ഉൾപ്പെടെ ഉള്ള വണ്ടിയാണ്. ടയർ പുതിയ ടയറുമാണ്, പുത്തൻ ടയർ ഇടമുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് വേറെ ഒന്നുമില്ല. അങ്ങനെ സാധനങ്ങൾ അടിച്ച വണ്ടിയും അല്ല. അപ്പോൾ ടയർ നടക്കുന്നത് കുഴപ്പമില്ല. 5 സീറ്റ് വെഹിക്കിളാണ്. 5 സീറ്റ് ആണല്ലേ?
ഓട്ടിക്കാൻ നല്ല സൂപ്പറാണ്, ഇപ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കിലോമീറ്റർ ഒറിജിനൽ കിലോമീറ്റർ ആണെങ്കിൽ പിന്നെ വണ്ടിക്കൊന്നും വരാനില്ല. പറയില്ല, ആണ് പറഞ്ഞത് വണ്ടിക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഒമിനി കമ്പനി സർവീസ് കിട്ടാൻ വലിയ പാടാണ്. പല ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടും. വേണമെങ്കിൽ നമുക്ക് 2015 ഒരു വണ്ടിയും കിടപ്പുണ്ട്. ആ വണ്ടി നമുക്കൊരു 170 റേഞ്ച് തരാം. 2015 വണ്ടിയാണ്, ഫുൾ ലോണും കയറും. ആ വണ്ടി നമുക്ക് ഒരു ബ്ലൂ കളർ വണ്ടി കിടപ്പുണ്ട്. പക്ഷേ ക്വാളിറ്റി പല ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാഴ്ച കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇത് പക്ക ക്വാളിറ്റിയാണ്. ഇത് പക്ക ക്വാളിറ്റി. അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഫൈനൽ 255 കൊടുക്കാം. 2,55,000 രൂപ. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരും വിലയ്ക്ക്. വണ്ടി നമ്മൾ അത് ഒരുപാട് ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് ഒക്കെ 2,200 കൽപ്പിച്ചൊക്കെ ചെയ്യാം ഫിനാൻസ്. അത്യാവശ്യം നല്ല കളക്ഷൻ കിടപ്പുണ്ടല്ലേ? അറൗണ്ട് നമുക്ക് ഇവിടെ തന്നെ അറൗണ്ട് 6-7 വണ്ടികളാണ് നല്ല ക്യൂട്ട് കളക്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേതാണ് മോഡൽ? ഇത് വണ്ടി 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. RXT ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടോ മേടിക്കണം, പക്ക സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി സ്ക്രാച്ച് ത്രെഡിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇല്ല. ടയർ കണ്ടീഷൻ വന്നിട്ട് 70-80% ടയർ ഉണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്, നീറ്റാണ്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, 2 പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സിംഗിൾ എയർ ബാഗ് അല്ലേ? സിംഗിൾ എയർ ബാഗ്. ഓക്കെ, ഇത് നമുക്ക് 800cc അല്ലേ? 1 ലിറ്റർ ആണോ? ഇത് 800cc ആണ്. 800cc ആണ്. 800cc കുറച്ചൊരു മൈലേജ് കിട്ടില്ലേ? 1 ലിറ്റർ കാര്യം കുറച്ചൊരു മൈലേജ് കിട്ടും. ഒരു 18 മൈൽ എന്തായാലും മൈലേജ് കിട്ടും. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസ് തന്നെയാണ്. എത്ര കൊടുക്കാം? നമുക്കൊരു 3,30,000 ഫൈനൽ കൊടുക്കാം. 3,35,000 വിത്ത് ഫുൾ ലോൺ വേണമെങ്കിൽ ലോൺ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. കാരണം പൈസ വണ്ടിയും കൊടുത്ത് പൈസ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്വിഫ്റ്റ് ഡിസയർ. ഈ വാഹനം 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വേറെ 36,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് ആക്സസ് വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ, സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ, മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, ടയർ കണ്ടീഷൻ ആ തേയ്മാനം മാത്രമേ ഉള്ളൂ. ഹെൽമെറ്റ് 70% ടയർ ഉണ്ട്. അതെ, വേറെ സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. VXI ആണ്. ഇന്റീരിയർ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC മാനുവൽ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, റീറേസ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡിസയർ അത്യാവശ്യം സ്വിഫ്റ്റ് സെയിം മൈലേജ് തന്നെയല്ലേ? ഒരു ഈ വണ്ടിക്ക് ഒരു 17-18 മൈലേജ് കിട്ടുമല്ലോ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, കമ്പനി സർവീസ് ആണ്. ഒരു വെറൈറ്റി കളറാണ് അല്ലേ? അതെ. അതെങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 5,000 പ്രതീക്ഷിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. 5,000 നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 4 മുതൽ 5 രൂപ 6 ഇഞ്ച് വരെ നോക്കാം. സിബിൽ സ്കോർ ഡിപെൻഡ് ഓൺ സിബിൽ സ്കോർ. അടുത്ത ടെസ്റ്റർ. ഈ വാഹനം 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വേറെ 1,05,000 കിലോമീറ്റർ മാത്രമേ ഓടുള്ളൂ. ഫുൾ കമ്പനി സർവീസുള്ള വെഹിക്കിളാണ്. കളർ ഒരു വെറൈറ്റി ഡാർക്ക് ഗ്രേ, നല്ല വെറൈറ്റി കളറാണ്. നല്ല കളറാണ്. വേറെ സ്ക്രാച്ച് ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണല്ലോ? ഫുൾ കമ്പനി സർവീസാണ്. നീറ്റാണ് വണ്ടി. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഓക്കെ, AC പാസിംഗ് ഫോട്ടോ, പവറിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ ചെറുതായിട്ട് അഴുക്കുണ്ട്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് അല്ലേ? 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. എബോവ് 60% ടയർ കണ്ടീഷൻ വരുന്നുണ്ട്. പക്ഷേ വണ്ടി നീറ്റാണ്, സ്ക്രാച്ചസ് ഉണ്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പക്കയാണല്ലോ? പക്ക. ഓക്കെ, KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് ഫൈനൽ 6,10 കൊടുക്കാം. 6,10 കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 5 രൂപ 5,000 വരെ 6 വരെ നോക്കാം. ചെയ്യാം. അപ്പം അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ. ഈ വാഹനം 2022 മോഡലാണ്. 22 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, വേറെ 32,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസ്. കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി വെഹിക്കിൾ അല്ലേ? സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷനാണ്, നീറ്റാണ് കേട്ടോ. ടയർ കണ്ടീഷൻ ആ ഒരു തേയ്മാനം മാത്രമേ ഉള്ളൂ അല്ലേ? ടയർ ഇല്ല, ടയർ അതുകൊണ്ട് ഒരു 60% ടയർ ഉണ്ടല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെൽ മെയിൻറ്റൈൻ ആണ്, നീറ്റായിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ വരുന്നത്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് ഫൈനൽ ഒരു 6,49 റേഞ്ചിന് കൊടുക്കാം. 6,49,000. ലോണും വേറെ 6 ലക്ഷം രൂപ ലോണും കിട്ടും. അപ്പോൾ റോജിൻ നമുക്ക് വീട് അതിൻ്റെ പേരല്ലേ? ഇനി കുറേ വണ്ടി ഉണ്ട് കേട്ടോ, പക്ഷേ മഴ തുടങ്ങിയിട്ട് രക്ഷയില്ല. എനിക്ക് മഴ വായ്പുണ്ട്, കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. വേറെ പുതിയ സ്റ്റോക്കുകളുണ്ട്, പക്ഷേ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ശരി എന്നാൽ.